മഴ പെയ്ത് തോർന്നൊരു നേരത്താണ് ഈ യാത്ര. കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നും 15 കിലോമീറ്റർ ദൂരം മാത്രമാണ് വയലടയിലേക്കുള്ളത്. വന്ന വാഹനം പാർക്ക് ചെയ്ത് അല്പം നടന്നാൽ വ്യൂ പോയിന്റിലെത്താം. നടന്നു കയറാൻ പ്രയാസമുള്ളവർക്ക് ജീപ്പ് സർവീസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കുറച്ച് നടന്നു ചെന്നപ്പോൾ വഴിയാകെ കാട് മൂടിയിരിക്കുന്നു. മുന്നോട്ട് ചെന്നപ്പോൾ മനോഹരമായ പടികൾ. ഇതെല്ലാം കയറി ചെല്ലുന്നത് നിരപ്പായൊരു സ്ഥലത്തേക്കാണ്. വഴികളിലൊന്നും അനാവശ്യമായി കോൺക്രീറ്റും ഇൻ്റർലോക്ക് കട്ടകളും കയറി വരാത്തതിൽ ഏറെ ആശ്വാസമുണ്ട്. ഇനിയുള്ളത് അല്പം സാഹസിക യാത്രയാണ്. എങ്കിലും ഏതൊരാൾക്കും കയറി ചെല്ലാനാകുന്ന ഒരിടം തന്നെയാണിത്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ വന്നു പോകുന്നുണ്ട് ഇവിടെ. ചെറിയൊരു സാഹസിക യാത്ര കഴിഞ്ഞെത്തുന്നത് വലിയൊരു പാറക്കെട്ടിലേക്കാണ്. കോട മൂടിയൊരു അന്തരീക്ഷമായിരുന്നു അവിടെ എത്തുന്ന സമയത്ത്. അല്പം കഴിഞ്ഞാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തെളിഞ്ഞു തുടങ്ങിയത്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിലാണ് വയലട വ്യൂ പോയിന്റ് ഉള്ളത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരം തന്നെയാണ്. അത്യാവശ്യം ഗ്രിപ്പുള്ള പാറയായതിനാൽ നനഞ്ഞിരിക്കുമ്പോഴും ഇതിലൂടെ അനായാസം നടക്കാൻ സാധിക്കുന്നുണ്ട്. സന്ദർശകരെ നിയന്ത്രിക്കാൻ അധികൃതർ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിച്ചു കൊള്ളട്ടെ. അപകടങ്ങൾ ഒഴിവാക്കാൻ സന്ദർശകർ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഫോട്ടോ പോയിൻ്റാണ് ഈ പാറ. മുള്ളു പോലെയാണ് ഇതിൻ്റെ ആകൃതി. അതുകൊണ്ട് തന്നെയാവാം മുള്ളൻ പാറ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്നും നോക്കിയാൽ കൂരാച്ചുണ്ട് ടൗണും കക്കയം തോണിക്കടവിൻ്റെ ഏതാനും ഭാഗങ്ങളും കാണുന്നുണ്ട്. ചുറ്റിലും കാണുന്ന മലനിരകളും ചെറുദ്വീപ് പോലുള്ള പ്രദേശവും അതിമനോഹരം തന്നെ. കുടുംബസമേതവും സുഹൃത്തുക്കളുമൊപ്പം ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ക്ലൈമറ്റ് കൊണ്ടും ദൃശ്യഭംഗി കൊണ്ടും സഞ്ചാരികളുടെ മനസ്സ് നിറയ്ക്കുന്നുണ്ട് വയലട. മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും വയലടയ്ക്ക് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാഴ്ചകളെല്ലാം അറിയുന്നുണ്ടെങ്കിലും അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. നിങ്ങളുടെ അടുത്തൊരു യാത്ര വയലടയിലേക്കുള്ളതായിരിക്കട്ടെ.